ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഴുക്കാണ്. ഇത് നല്ല ഹെൽത്തിയാണ്, പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. കഞ്ഞിയും പുഴുക്കുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. വെറുതെയും കഴിക്കാം, ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് കറി കൂട്ടാം. അപ്പോൾ അതിനു വേണ്ടി 1 കിലോ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ്, പച്ചക്കായ, ഇത് 4 ഐറ്റവും 1/4 കിലോ വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുഴുക്കിന് വേണ്ട ഈ സാധനങ്ങളൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം. പച്ചക്കായ അരിഞ്ഞ് നമുക്ക് വേറെ ഇടാം. കഷ്ണങ്ങൾ വലുതായിരിക്കണം, ഒത്തിരി ചെറുതാകാൻ പാടില്ല. സാധാരണ ഇതിനെ എടുക്കുന്നത് പച്ച ഏത്തക്കയാണ്. നമുക്ക് വെള്ളം ഒഴിച്ചിടാം. ഇനി ബാക്കിയുള്ളതും കൂടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കാം. ഇത് വേവെല്ലാം ഒരുപോലെ ആയിരിക്കും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. പിന്നെ വേണ്ടത് വൻപയർ വേറെ വേവിച്ച് മാറ്റണം. പിന്നെ കപ്പ വേറെ വേവിക്കണം. അതിൻ്റെ കട്ട് ഊറ്റി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നത്. ബാക്കിയുള്ളതാണേലും ചേനയും ചേമ്പ് കാച്ചിൽ ഇതെല്ലാം കൂടെ വേറെ വേവിച്ച് മാറ്റാം. ഈ വൻപയറും കൂടെ വേവിക്കാൻ വയ്ക്കാം. വൻപയറും 1/4 കിലോ എടുത്തിട്ടുണ്ട്. വൻപയർ ഒരു 3-4 മണിക്കൂർ കുതിരാൻ വയ്ക്കണം. ഒരു ഇടത്തരം ഒരു തേങ്ങയാണ്. ഒരു തേങ്ങയും ഇതിൻ്റെ ഒരു മുറിയും എടുക്കുക. നമ്മുടെ പുഴുക്കിനുള്ള ഐറ്റങ്ങൾ റെഡി ആയിട്ടുണ്ട്. വൻപയർ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കാച്ചിൽ, ചേന, ചേമ്പ്, പച്ചക്കായ. പിന്നെ കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള തേങ്ങ ഒതുക്കിയെടുക്കാം. മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 ഇട്ടത്. നീളം പച്ചമുളകാണെങ്കിൽ, എരിവില്ലാത്തതാണെങ്കിൽ 3-4 ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകാതെ ഒന്ന് കറക്കിയാൽ മതി. ഇനി നമുക്ക് വാവട്ടമുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ചരുവം എടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കറിവേപ്പിലിട്ട് കൊടുക്കാം. കളറിന് വേണ്ടി ഒരല്പം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. മറ്റ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 1
തേങ്ങ ചതച്ചതിട്ട് കൊടുക്കുക. ഇത് എണ്ണയിൽ ആദ്യം ഒന്ന് വഴറ്റേണ്ടതായിരുന്നു, അതും മറന്നുപോയി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണമൊന്ന് മാറണം. അരപ്പിട്ട് ഇളക്കിയതിന് ശേഷം 2-3 മിനിറ്റ് മൂടി വയ്ക്കുക. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ ചോറും മീനും ഒക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത്